വിദ്യാർത്ഥികളെ, രണ്ടാം പാദവാർഷിക പരീക്ഷ അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം 1. മലിനീകരണത്തിൻ്റെ തോത് അനിയന്ത്രിതമായി വർദ്ധിക്കുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവ എന്തെല്ലാം? അപ്പോൾ പൊല്യൂഷന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയും ഡിയും. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? 4th one, എയും ഡിയുമാണ് ഉത്തരം. ബി ക്വസ്റ്റ്യൻ നോക്കൂ. അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ട്. ഇവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എഴുതുക. അപ്പം 4 കുറയാത്ത നിർദ്ദേശങ്ങൾ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് എന്താണ്, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക അല്ലേ? പൊതുവാഹനങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഒരു വീട്ടിൽ എല്ലാവർക്കും വാഹനം വേണമെന്നുണ്ടോ? വേണ്ട. നമ്മൾ ഇപ്പം 5 പേര് 5 കാറിൽ പോകുന്നതും കുറേ പേര് ഒരു 10, 20, 30 പേര് ഒരു ബസ്സിൽ പോകുന്നതിലും ഏതിലായിരിക്കും മലിനീകരണം കുറവ് വരിക? ഒരു ബസ്, ഇത്രയും 40 പേര് ഒരു ബസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് കുറവായിരിക്കും അല്ലേ? 40 കാർ ഉപയോഗിക്കുന്നെങ്കിലോ അന്തരീക്ഷ മലിനീകരണം വളരെ വലുതായിരിക്കും. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക, പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. പിന്നെയോ പിന്നെ നമ്മളുടെ എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. കറണ്ടിൻ്റെ ഉപയോഗം നിയന്ത്രിക്കണം. വൈദ്യുത ഉപയോഗം എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. വൈദ്യുത ഉപയോഗം നിയന്ത്രിക്കുക. ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യണം, കറണ്ട് കൺട്രോൾ ചെയ്യുക അല്ലേ? വെറുതെ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിട്ട് അതുപോലെ വെറുതെ എന്താണ് വൈദ്യുതി പാഴാക്കരുത്. 3ാമത് എന്താണ്? നമ്മൾ മാലിന്യങ്ങൾ കത്തിക്കരുത്, വേസ്റ്റ് കത്തിക്കരുത് അല്ലേ? മാലിന്യങ്ങൾ കത്തിക്കരുത്, വേസ്റ്റ് കത്തിക്കാതിരിക്കുക. പിന്നെ നമ്മൾ എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്ന മാതിരി എന്താണ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം. എന്താണ് നമ്മൾ സാധ്യമാകുന്ന സ്ഥലത്തൊക്കെ എന്താണ് വാഹനങ്ങളൊക്കെ നല്ല ഇതുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സൈക്കിൾ യാത്രകളൊക്കെ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്കുകൾ അല്ലേ? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഒഴിവാക്കുക, പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. പ്രവർത്തനം 2 നോക്കൂ. ഇന്ത്യയിലെ വ്യത്യസ്ത വിളകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. അവയുടെ പേരുകളാണ് തന്നിട്ടുള്ളത്. അനുയോജ്യമായ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? ചോളം, പരുത്തി, സൂര്യകാന്തി, ചണം, ഗോതമ്പ്, സോയാബീൻ. ഇതിനെ നാണ്യവിളകൾ, ഭക്ഷ്യവിളകൾ, എണ്ണക്കുരുക്കൾ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ക്യാഷ് ക്രോപ്സ്, ഫുഡ് ക്രോപ്സ്, ഓയിൽ സീഡ്സ് അല്ലേ? ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇതേ ക്രമത്തിൽ ഇതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യണം? പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ക്യാഷ് ക്രോപ്സിൽ അതായത് നാണ്യവിളയിൽ വരുന്നത് എന്തൊക്കെയാണ്? ചണം, പരുത്തി അല്ലേ? ഒന്നാമത്തേൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തേൽ വരുന്നത്? ചണം, പിന്നെന്താണ്? പരുത്തി. ഇത് രണ്ടുമാണ് ഒന്നിൽ വരുന്നത്, നാണ്യവിളകളിൽ വരുന്നത്. രണ്ടാമത്തേൽ ഏതാ വരുന്നത്? ഭക്ഷ്യവിളകളിൽ ഏതാ വരുന്നത്? ഭക്ഷ്യവിളകളിൽ വരുന്നതാണ് എന്ത്? ചോളം, ഗോതമ്പ്. ചോളം പിന്നെ ഗോതമ്പ് നമ്മൾ കഴിക്കുന്നത് അല്ലേ? 3ാമത്താണ് എണ്ണക്കുരുക്കൾ. ചോളം, ഗോതമ്പ്. ഏതാണ്? ഓയിൽ സീഡിൽ വരുന്നത് ഏതൊക്കെയാണ്? എണ്ണക്കുരുക്കളിൽ ബാക്കിയുള്ളതൊക്കെ അല്ലേ? സൂര്യകാന്തി, പിന്നെന്താണ്? സോയാബീൻ. സൂര്യകാന്തി, സോയാബീൻ. ഇതാണ് 3ൽ വരുന്നത്. സൂര്യകാന്തി, സോയാബീൻ. ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഓരോ വിളയും കൃഷി ചെയ്യുന്നതിന് നിശ്ചിത കാലങ്ങളുണ്ട്. സൈദ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, തുവര, ബജ്ര എന്നിവയാണ് പ്രധാന കൃഷികൾ. തണ്ണിമത്തൻ, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ എന്നിവയാണ് പ്രധാന കൃഷികൾ. ഒക്ടോബർ, മാർച്ച് മാസങ്ങളിലാണ് കൃഷിയുടെ കാലയളവ്.
റാബി വിളവെടുപ്പിന് ശേഷമാണ് കൃഷി ആരംഭിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന മാത്രം എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? തണ്ണിമത്തൻ, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ എന്നിവയാണ് പ്രധാന കൃഷികൾ അല്ലേ. രണ്ടാമത്തെ എന്താണ്? റാബി വിളവെടുപ്പിന് ശേഷമാണ് കൃഷി ആരംഭിക്കുന്നത്. ഇത് രണ്ടുമാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. മൂന്നാമത്തെ വൃത്തം നോക്കൂ. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. തന്നിരിക്കുന്ന പ്രത്യേകതകൾ വായിച്ച് അന്തരീക്ഷ പാളി ഏതെന്ന് കണ്ടെത്തി എഴുതുക. നോക്കൂ, അന്തരീക്ഷത്തിൽ ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നു. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. ഈ തന്നിരിക്കുന്ന പ്രത്യേകതകളൊക്കെ വച്ച് നോക്കിയിട്ട് അന്തരീക്ഷ പാളി ഏതാണ്, ഏത് ലെയറിലാണ് അത് വരുന്നത് അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ് അത് വരുന്നത് എന്നാണ് കണ്ടെത്തുന്നത്. ഒന്നെന്താ പറയണേ? അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നു അല്ലേ. അതുപോലെ ഉൽക്കകൾ കത്തിച്ചാരകമാകുന്നത് ഈ ലെയറിൽ വെച്ചാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നു എന്നാണ് പറയുന്നത്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ഇതൊക്കെ ഏത് അന്തരീക്ഷ പാളിയിൽ വെച്ചിട്ടാണ്, ഏത് അറ്റ്മോസ്ഫറിക് ലെയറിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് അറ്റ്മോസ്ഫറിക് ലെയറിലാണ്? ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. ഏതാണ് ശരിയായ ഉത്തരം? സി അല്ലേ, മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഏതാണ് ശരി? മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്ന മാർഗങ്ങൾ എന്തെല്ലാം? നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് പൊടിപടലങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നത്? അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എങ്ങനെയൊക്കെ എത്തും? എങ്ങനെയൊക്കെ എത്തുക? ഒന്ന് എന്താണ്? നമ്മൾ വോൾക്കാനിക് ഇറപ്ഷൻ ഇല്ലേ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവുക. അഗ്നിപർവ്വതങ്ങളിലൂടെ അഗ്നിപർവ്വതം ഉണ്ടാവുന്ന സമയത്ത് അല്ലേ, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അഗ്നിപർവ്വതങ്ങളിലൂടെ പിന്നെയോ പിന്നെ എങ്ങനെയാണ് മക്കളെ? പിന്നെ എന്താണ്? നമ്മൾ മുമ്പിൽ വായിച്ചു അല്ലേ, ഉൽക്കകൾ കത്തിച്ചാരമാകുന്നതിലൂടെ അല്ലേ, ഉൽക്കകൾ കത്തുന്നതിലൂടെ. ആ രണ്ടാമത്തെ ലൈനിലുള്ളത് തന്നെ നമുക്ക് എടുത്ത് എഴുതാം അല്ലേ. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസറുകൾ കണ്ടുപിടിക്കാൻ കഴിയും. ഉൽക്കകൾ കത്തുന്നതിലൂടെ. പിന്നെയോ? പിന്നെ എങ്ങനെയാണ്? ഉൽക്കകൾ കത്തുന്നതിലൂടെ. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാവും? കാറ്റിലൂടെ, ബൈ ത്രൂ വിൻഡ് അല്ലേ, കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഇങ്ങനെ ഉയർത്തു പോകുന്നത്. അപ്പോൾ കാറ്റിലൂടെ ത്രൂ എയർ, ത്രൂ വിൻഡ്. ഇത്രയൊക്കെയാണ് നിങ്ങൾ എഴുതുക. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ട്, പിന്നെ ഉൽക്കകൾ കത്തുന്നതിനോട്, പിന്നെന്താണ്? ത്രൂ വിൻഡ്. ഇത്രയൊക്കെയാണ്. ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നത്. പിന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് വാതകമാണ് ഏറ്റവും കൂടുതലുള്ളത്? നൈട്രജൻ. നമ്മൾ പഠിച്ചതാണല്ലേ. ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. പ്രവർത്തനം 4 നോക്കൂ. വ്യത്യസ്ത കൃഷിരീതികളുമായി ബന്ധപ്പെട്ട് അനുശേഖരിച്ച വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ വാണിജ്യ വിളകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതായത് വാണിജ്യ വിളകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉയർന്ന മൂലധന നിക്ഷേപം, വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുമ്പോൾ. ഇതിലെങ്ങനെയാണ്? ഉയർന്ന മൂലധന നിക്ഷേപവും പിന്നെന്താണ്? നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാണിജ്യ വിള കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എയും ഡിയുമാണ് ശരിയായ ആൻസർ. അപ്പം നമ്മുടെ ഏതായിരിക്കും? 3 അല്ലേ. മൂന്നാമത്തേലാണ് എയും ഡിയും എന്ന ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം. സമ്മിശ്ര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അതായത് കമ്പൈൻഡ് അഗ്രികൾച്ചർ പ്രോസസ്സ് അല്ലേ, സമ്മിശ്ര കൃഷി രീതി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാരണങ്ങൾ കണ്ടെത്തി ഇത് ചെയ്യുക. എന്തായിരിക്കും? സമ്മിശ്രമായി, അതായത് ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, നമുക്ക് എന്താണ് ഒരുമിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഉൽപ്പാദന ചെലവ് കുറയ്ക്കാം അല്ലേ. നിങ്ങളുടെ ചെലവ്, എക്സ്പെൻസ് കുറയ്ക്കാം അല്ലേ. പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കുറയ്ക്കാം, ഉൽപ്പാദന ചെലവ് കുറയ്ക്കാം. പിന്നെന്താണ്? പല കൃഷി അല്ലേ, പല സാധനങ്ങളുടെ കമ്പൈൻ ചെയ്തിട്ട് നടത്തുന്നത്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാം. പിന്നെന്താണ്? പല സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഒരേ സമയം എന്താണ്? ഒരേ ടൈമിൽ എന്താണ്? പല
സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പല ഇപ്പോൾ ഇപ്പോൾ കപ്പ നമ്മൾ പയർ നട്ടാൽ കപ്പയും പയറും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം എന്ത് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാം. അത് ഒരേ സമയം നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് സമ്മിശ്ര കൃഷി രീതി, കമ്പൈൻഡ് അഗ്രികൾച്ചർ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണങ്ങൾ. പ്രവർത്തനം 5 നോക്കൂ. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. നോക്കൂ, കാറ്റിന് അഭിമുഖമായ പ്രദേശമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചിത്രം നിരീക്ഷിച്ച് മഴനിഴൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. എങ്ങനെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത്? നമുക്കറിയാം, എന്താണ്, കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അല്ലേ, വിൻഡിൻ്റെ ഡയറക്ഷൻ ദിശയ്ക്ക് അഭിമുഖമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ പർവ്വതങ്ങൾ, ഈ മലകൾ, മൗണ്ടെയിൻസ് നിൽക്കുന്നത് അല്ലേ. ഈ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പർവ്വതങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ മൗണ്ടെയിൻസ് എന്ത് ചെയ്യും, പർവ്വതങ്ങൾ എന്ത് ചെയ്യും, പർവ്വതങ്ങൾ എന്താണ്, കാറ്റിനെ എന്ത് ചെയ്യും, കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യും, മഴ പെയ്യിക്കും. കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കും അല്ലേ. ഈർപ്പമുള്ള കാറ്റ് അല്ലേ, ഈർപ്പമുള്ള കാറ്റ് എന്ത് ചെയ്യും, കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന എന്താണ്, ഈ പർവ്വതങ്ങൾ, അതായത് മൗണ്ടെയിൻസ് എന്ത് ചെയ്യും, കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. എന്നാലോ അപ്പം അതിൻ്റെ മറുവശത്ത് എന്തായിരിക്കും, ഇപ്പം അതിൻ്റെ അഭിമുഖമായി നിൽക്കുന്ന പ്രദേശത്താണ് അപ്പോൾ മഴ പെയ്യുക. അപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് എന്തായിരിക്കും, പർവ്വതങ്ങളുടെ മറുഭാഗത്ത് എന്തായിരിക്കും, അപ്പോൾ അവിടെ മഴയുടെ അളവ് എന്തായിരിക്കും, കുറവ് ആയിരിക്കും. ഇങ്ങനെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത്. അതായത് കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കും. കാറ്റിൻ്റെ ബാക്കിൽ കാറ്റിൻ്റെ പർവ്വതങ്ങളുടെ ബാക്കിൽ, അതായത് അതിൻ്റെ മറുവശത്ത് എന്തായിരിക്കും, അപ്പോൾ അവിടെ മഴ കുറവ് ആയിരിക്കും. അതുകൊണ്ടാണ് മഴനിഴൽ അല്ലേ, മഴക്കാർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മഴനിഴൽ രൂപപ്പെടാൻ കാരണം അതുകൊണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത്? കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നത് അല്ലേ? ഭൂപ്രകൃതിയും കാലാവസ്ഥയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു പ്രദേശത്തെ കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെയോ കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാണ്, നമ്മളുടെ ഒരുപാട് എന്താണ്, ജനങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അപ്പോൾ ഈ ഭൂപ്രകൃതിയും കാലാവസ്ഥയൊക്കെയാണ് ജനങ്ങളുടെ എന്താണ്, ആഘോഷങ്ങളെയും ആഹാര രീതിയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ആഹാര രീതിയെയും സ്വാധീനിക്കുന്നു. പിന്നെ നമ്മുടെ വസ്ത്രധാരണത്തെ പോലും സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. നമ്മളുടെ കാലാവസ്ഥ അനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ധരിക്കുന്നത്, സ്വാധീനിക്കുന്നു. നമ്മളെന്താണ്, വസ്ത്രധാരണ രീതിയെയും സ്വാധീനിക്കുന്നു. അല്ല, നമുക്ക് ഇവിടെ നമ്മൾ എപ്പോഴും സ്വെറ്റർ ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ നടക്കാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ എന്നാൽ നമ്മൾ തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവർക്ക് നല്ല കട്ടി കൂടിയ ഡ്രസ്സുകൾ വേണം എന്ത് ചെയ്യാൻ, ധരിക്കാൻ. നമുക്ക് എന്താണ്, കട്ടി കുറഞ്ഞ ഡ്രസ്സുകൾ വേണം ധരിക്കാൻ. അപ്പോൾ വസ്ത്രധാരണ രീതിയെയും സ്വാധീനിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഭൂപ്രകൃതിയും കാലാവസ്ഥയൊക്കെ നമ്മുടെ ക്ലൈമറ്റൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്, ജനങ്ങളുടെ ആഘോഷങ്ങളെയും ആഹാര രീതിയെയും സ്വാധീനിക്കുന്നുണ്ട്, വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. പ്രവർത്തനം 6 നോക്കൂ. അധികാര വികേന്ദ്രീകരണം ഒരു വിജയഗാഥ. കൊളാഷ് നിരീക്ഷിക്കുക. ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെ കൊളാഷ് എന്നുണ്ടെങ്കിൽ, ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടു, പാലം പണി വേഗം പൂർത്തിയാക്കി, കാർഷിക കൂട്ടായ്മ ഉണർന്നു, കൊയ്ത്തു യന്ത്രങ്ങൾ പാടത്തേക്ക്, ജനങ്ങൾ മുൻകൈ എടുത്ത് പാതയോരങ്ങളിൽ തണൽ വിരിഞ്ഞു. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കി. അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് നേരിട്ട് ഭരണപ്രക്രിയയിൽ ഇടപെടാവുന്ന സംവിധാനം ഏതാണ്? ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാവുന്ന ഗ്രാമസഭ. ഏതാണ്? ഗ്രാമസഭ.
രണ്ടാമത്തത് ബി ക്വസ്റ്റ്യൻ നോക്കൂ. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതുക. എന്തൊക്കെയാണ്? അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒന്ന്, പ്രാദേശിക വികസനത്തിനാണ് പ്രാധാന്യം. എന്താണ്? പ്രാദേശിക വികസനത്തിനാണ് എന്ത് പ്രാധാന്യം. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. പിന്നെയോ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു അല്ലേ? വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ കഴിയും. പിന്നെയോ മുൻഗണന നൽകാൻ കഴിയും. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ പൊതുജനങ്ങൾക്ക് ഭരണകാര്യത്തിൽ കൂടുതൽ അധികാരമുണ്ട് അല്ലേ? ഇതിപ്പോൾ മുമ്പ് പറഞ്ഞ തന്നെ അല്ലേ? ജനങ്ങൾക്ക് നേരിട്ട് ഭരണ പ്രക്രിയയിൽ ഇടപെടാം. അതായത് എന്താണ്? പൊതുജനങ്ങൾക്ക് കൂടുതൽ അധികാരവും പങ്കാളിത്തവും. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന പോയിന്റ്സ് മുഴുവൻ എഴുതും. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ ഇതൊക്കെയാണ്. പ്രവർത്തനം 7 നോക്കൂ. നമ്മുടെ ഭരണഘടന ജാതി, മതം, വംശം, ലിംഗഭേദം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിഭജനവും പാടില്ല എന്ന് അനുശാസിക്കുന്നു. അതായത് നമ്മുടെ ഭരണഘടന എന്താണ്? ജാതി, മതം, വംശം, ലിംഗഭേദം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിഭജനവും പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? അപ്പം ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? അരികുവൽക്കരിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നെന്താണ്? നമ്മുടെ പുരോഗതിക്ക് പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ അല്ലേ? പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥ. പിന്നെ എന്തൊക്കെയാണ്? പരിസ്ഥിതി, രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ ഇതൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ. ഇതൊക്കെ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാനുള്ള കാരണം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സാമൂഹിക ഘടകങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വേണം? ഒന്ന് എന്താണ്? നമ്മുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? ഈക്വാലിറ്റി അല്ലേ? തുല്യത. എല്ലാവരെയും പരിഗണിക്കാൻ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് തുല്യത, എല്ലാവർക്കും ഈക്വാലിറ്റി വേണം. പിന്നെ എന്താണ്? വിവേചനം തടയാനുള്ള നിയമങ്ങൾ വേണം അല്ലേ? ലോസ് വേണം അല്ലേ? വിവേചനം തടയാനുള്ള നിയമങ്ങൾ വേണം. പിന്നെയോ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ലഭ്യമാക്കണം അല്ലേ? പിന്നെന്താണ്? എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കണം. പിന്നെ തൊഴിൽ മേഖല എന്താണ്? കൂടുതൽ തൊഴിൽ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊഴിൽ മേഖലകളിൽ ഈക്വാലിറ്റി കൊണ്ടുവരണം അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് എന്താണ്? സ്ത്രീ പുരുഷ ലിംഗഭേദമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണം? നമ്മൾക്ക് തൊഴിൽ മേഖലകളിലൊക്കെ എന്താണ്? തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ ചെയ്യണം. ഇതൊക്കെ തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ്. അപ്പോൾ തുല്യത വേണം, വിവേചനം തടയാനുള്ള നിയമങ്ങൾ വേണം, വിദ്യാഭ്യാസം ലഭ്യമാക്കണം, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ വേണം. 8th ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയവ. നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖയിൽ ഈ സംസ്ഥാനങ്ങൾ ഷെയ്ഡ് ചെയ്ത് പേരുകൾ രേഖപ്പെടുത്തുക. മാപ്പിൽ നിങ്ങൾ കർണാടകയും ഉത്തർപ്രദേശും രാജസ്ഥാനും മഹാരാഷ്ട്രയും ബീഹാറും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ ഉള്ളത്. നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം.
then see you again. Thank you.